ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. എന്താണ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. ഓക്കെ, അപ്പോൾ ചാരിയറ്റാണ്. ഇതിൽ തീർച്ചയായും എന്ത് വന്നാലും മുന്നോട്ട് പോകും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഈ സമയം ഒരു മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ സമയം ഒരുപക്ഷെ അത് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങളുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നി തുടങ്ങുന്ന ഒരു സമയമാണ്. അതുപോലെ നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കുള്ളൊരു ഒരു റിസൾട്ട് ഈ ഒരു സമയം നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് ഒരു ശുഭാപ്തി വിശ്വാസമൊക്കെ ഉണ്ടാകും. എന്തെന്നാൽ നിങ്ങളുടെ മനസ്സും ഹൃദയവും ഒരു ബാലൻസിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമയമാണിത്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നൊരു ഉറച്ച തീരുമാനം നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാനോ അവർക്കൊരു ഗൈഡൻസ് കൊടുക്കാനുമൊക്കെ സാധിക്കും എന്നൊരു വിശ്വാസമൊക്കെ ഈ സമയം തോന്നി തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ധാരാളം പൈസ ഈ ഒരു സമയം കിട്ടുമെന്നാണ് കാണുന്നത്. നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പാസ്റ്റിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അതായത് നിങ്ങൾ കുറച്ച് ഡ്രസ്സ് എടുക്കുകയോ അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങുകയോ അല്ലെങ്കിൽ നല്ലൊരു മൊബൈൽ വാങ്ങുകയോ ഒക്കെ ചെയ്യാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് നല്ലൊരു ഫോൺ മേടിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ലക്ഷറീസ് ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ചില ആൾക്കാർ ഇവിടെ നല്ലൊരു വാഹനം വാങ്ങുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ പ്രൗഡായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്ന് സ്വയം ഒരു തിരിച്ചറിവും ഒരു ഹാപ്പിനെസ്സും ഒക്കെ തോന്നുന്ന ഒരു സമയമാണ്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫ്രീഡം കിട്ടുന്ന ഒരു എനർജിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കും വിധത്തിൽ നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുമെന്നും കാണുന്നുണ്ട്. അതുപോലെ നല്ലൊരു പദവി ലഭിക്കാനുള്ള അവസരങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. മാത്രമല്ല
നിങ്ങളെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്കൊരു അട്രാക്ഷനൊക്കെ തോന്നുമെന്നുള്ളതാണ്. അതുപോലെ മറ്റുള്ളവരോട് വളരെ പോസിറ്റീവായ രീതിയിൽ സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമൊക്കെ ഉള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാനും ഒക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കാനും സ്ഥാനം ലഭിക്കാനുമുള്ളൊരു സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ ജീവിതം മാറുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരോട് കമാൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കുന്ന ഒരു എനർജിയാണ്, അല്ലെങ്കിൽ അവരെ അനുസരിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വീട്ടിലോ ഓഫീസിലോ അങ്ങനെ എവിടെയാണെങ്കിൽ പോലും നിങ്ങൾ പറയുന്നത് മറ്റുള്ളവരെ കേൾക്കുന്ന ഒരു എനർജിയാണിത്. വളരെ മെച്യൂർഡായിട്ടുള്ളൊരു എനർജിയാണ്. അപ്പോൾ മറ്റുള്ളവരെ കമാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത് ശരിക്കും നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടാത്ത വ്യക്തികളെ നിങ്ങൾ റിലീസ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ വിട്ടുകളയുന്നു എന്നുള്ളതാണ്. ശരിക്കും നിങ്ങളെ സെർവ് ചെയ്യാത്ത ആൾക്കാരെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗമില്ലാത്ത ആളുകളെ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരെ, അങ്ങനെയുള്ളവരെ നിങ്ങൾ വിട്ടുകളയുന്നു എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് മറ്റാരോടും അഭിപ്രായമൊന്നും ചോദിക്കാതെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ തീരുമാനമെടുക്കാൻ പറ്റുമെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു സമയമാണ്. ചില ആളുകൾ അത്തരത്തിലൊരു തീരുമാനമെടുക്കുന്ന സാഹചര്യവും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്കൊരു പ്രപ്പോസലുമായിട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് അത് ചിലപ്പോൾ ജെന്യുവൻ ആയിരിക്കണമെന്നില്ല. അതായത് ഈ ഒരു സമയത്ത് ഒരു ഫിസിക്കൽ അട്രാക്ഷനോട് കൂടി ഒരുപാട് ഇഷ്ടത്തോടെ ഓഫർ തരുന്ന ഒരു എനർജി ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു ഫിസിക്കൽ അട്രാക്ഷൻ തോന്നാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ പെട്ടെന്ന് വരുന്ന ഒരു അഫെയർ ആയിരിക്കാം. അപ്പോൾ റിലേഷൻഷിപ്പിൽ ബാലൻസ് സൂക്ഷിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണമെന്നുള്ളതാണ്. ഓവറായിട്ട് ഒരാളെ കാണുന്നതിന് മുന്നേ ആ ആളുമായിട്ടൊരു ഡീപ്പായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 10 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ മൂലം മനപ്രയാസം അനുഭവിക്കുന്നതാവാം. അത്തരത്തിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്നത് എന്താണെങ്കിലും അതിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനൊരു അന്ത്യം സംഭവിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ചില ആൾക്കാർ നിങ്ങൾ വീട് വിട്ട് പുറത്തേക്ക് ജോലിക്ക് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ ഒരു അഡിക്ഷൻ, അതായത് എന്തെങ്കിലും കാര്യത്തിൽ ഒരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ ആ അഡിക്ഷൻ ബ്രേക്ക് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളത് അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും പുതിയ സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് വിഷമിച്ചിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷകരമായ കുറേ എക്സ്പീരിയൻസ് ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ സൃഷ്ടികൾക്ക് രൂപം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ പുതിയ ചില സംരംഭങ്ങൾ തുടങ്ങി വയ്ക്കാൻ ആഗ്രഹിക്കുന്നതായും കാണുന്നുണ്ട്. അത്തരം ചില വ്യക്തികളുടെ ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റീവായ ചില എനർജീസ് ഉണ്ടായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങളുടേതായ ക്രിയേറ്റീവ് കഴിവ് ഉപയോഗിച്ച് പുതിയൊരു കാര്യത്തിന് തുടക്കം കുറിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിപരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്.
നിങ്ങൾ വളരെ ഉത്സാഹത്തോടെ അത്തരം ജോലികളിൽ പങ്കെടുക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടി നല്ല കാര്യങ്ങൾ ഈ സമയം ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അഭിനന്ദിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇത്രയും കഴിവുകളുണ്ടെന്ന് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങളിൽ ചില ആളുകൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യത്തിന് മാറ്റമുണ്ടാകുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ വേണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം, അത് റിലേഷൻഷിപ്പിലാകാം, അല്ലെങ്കിൽ ഒരു ജോബ് ഓഫറാകാം. അപ്പോൾ അതിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ധൈര്യത്തോടു കൂടി ഒരു തീരുമാനമെടുക്കുന്ന എനർജി ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഏസ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു ചെറിയ കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളെ വളരെയധികം ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലൊരു കാര്യമാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും നിങ്ങളതിന് തുടക്കം കുറിക്കുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് അത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാൻ പറ്റിയ ഒരു കാര്യമാകും. ഒരു ജോലിയോ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ പോകുന്നതോ അങ്ങനെയുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ ഒരു വീടോ വാഹനമോ ഒക്കെ വാങ്ങാനായിട്ട് ഒരു പക്ഷേ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. ചില ആളുകൾ ഒരു വീട് വാങ്ങുകയോ വാഹനം വാങ്ങുകയോ ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നിങ്ങൾക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സൗഹൃദം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരാൾ നിങ്ങളെ സഹായിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കാനും നിങ്ങളോട് ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനും മറ്റുള്ളവരുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് പറയാനുമൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ആളാണെന്ന് മറ്റുള്ളവർക്ക് ഒരു തോന്നലുണ്ടാകും. നിങ്ങളുടെ ഒരു സുഹൃത്ത് ചിലപ്പോൾ നിങ്ങളോട് മാത്രമായിട്ട് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുമായിരിക്കാം. ചില ആൾക്കാർ എക്സ്പ്രസ് ചെയ്യാതിരുന്ന സ്നേഹം ഈ ഒരു സമയം നിങ്ങളോട് പറയുമായിരിക്കാം. അപ്പോൾ അത്തരത്തിലൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 3 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു വേദന അത് ഹീലായി തുടങ്ങിയ ഒരു എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ സമയം പാസ്റ്റിലെ ചില കാര്യങ്ങൾ വിട്ടുകളയാൻ തീരുമാനിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇനി അത് ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടാവാം. അപ്പോൾ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ ചലഞ്ചിൽ നിന്നാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ വേദനിച്ച കുറേ കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ കുറേ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം. അതിൽ കുറേ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു എനർജിയാണ്. പിന്നെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏതോ ഒരു വ്യക്തിയുമായിട്ടുള്ള ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഹീല് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു തെറ്റിദ്ധാരണ മാറുന്ന ഒരു സമയമാണ്. ഒരു പക്ഷേ നിങ്ങളെക്കുറിച്ച് മറ്റാരെങ്കിലും ഒരു ഗോസിപ്പ് പറഞ്ഞു കൊടുത്ത് ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണ മാറുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ ഈ ഒരു സമയം ശരിക്കും നിങ്ങളെ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിൽക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ സൺ ഗാഡാണ്. അപ്പോൾ തീർച്ചയായും പുതിയ പ്രതീക്ഷയും പുതിയ പ്രകാശവും ഒക്കെ ജീവിതത്തിൽ വരുന്നു എന്നാണ്. അതുപോലെ ജീവിതത്തിലൊരു പുതിയ തുടക്കവുമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കാത്തിരിപ്പിനൊരു അവസാനമായി എന്നുള്ളതാണ്. നിങ്ങൾ കുറേ കാലം കൊണ്ട്
നിങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ചിരുന്ന എന്തോ ഒരു കാര്യം, മുടങ്ങിക്കിടന്നിരുന്ന എന്തോ ഒരു കാര്യം, അത് പൂർത്തിയായി എന്നുള്ളതാണ്. അത് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. ചില ആൾക്കാർ എന്തെങ്കിലും എഗ്രിമെൻ്റ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ മറ്റു ചില ആൾക്കാർ ഇവിടെ എന്തോ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാഹമോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും യാത്ര പോകുന്നതോ, അത്തരത്തിൽ എന്തോ ഒരു കാര്യം നിങ്ങൾ അനൗൺസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അതുപോലെ നിങ്ങളുടെ ഇന്നർ ചൈൽഡുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. കുറേ ആൾക്കാരും എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ, അതായത് പാസ്റ്റിലുണ്ടായിരുന്ന പ്രശ്നമൊക്കെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചിരുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയം അതൊക്കെ നിങ്ങൾ ഹീല് ചെയ്ത് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലെ ആവശ്യമില്ലാത്ത കുറേ ചിന്തകളെയൊക്കെ മാറ്റി നിങ്ങൾ ഉന്മേഷത്തിലേക്ക് വരുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 10 ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾ വളരെ സെക്യൂർഡ് ആയിരിക്കും എന്നുള്ളതാണ്. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വളരെ നല്ലൊരു സമയമാണ്. ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ആ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട്. ശരിക്കും ഈ സമയം നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊരു പ്ലാനിങ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഫാമിലിയിലേക്ക് എന്തൊക്കെയാണ് വേണ്ടിയതെന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുള്ളൊരു സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ സമയം ഫാമിലിക്കൊരു പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാൻ പറ്റിയൊരു സമയം കൂടിയാണ്. അത്തരത്തിൽ സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ടുള്ള കുറേ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യവും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയോ ന്യൂസുകൾ നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്ന തരത്തിലുള്ള ന്യൂസ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയാണ്. അതുപോലെ നിങ്ങൾ എന്തോ ഒരു കാര്യം ഇവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത് നിങ്ങളുടെ വിവാഹമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ അനൗൺസ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു കാര്യം തുടങ്ങുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെയൊരു അനൗൺസ്മെൻറ്റ് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ വളരെ ഗ്രാറ്റിറ്റ്യൂഡോടു കൂടി ഇരിക്കണം. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷങ്ങൾക്കെല്ലാം നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നന്ദി പറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. അതുപോലെ സുഹൃത്തുക്കൾക്കൊപ്പം യാത്രകളൊക്കെ പോയി എൻജോയ് ചെയ്യുന്ന ഒരു എനർജിയും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ 7 ഓഫ് സോൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് എടുത്തു ചാടി ഒരു കാര്യങ്ങളും ഈ സമയം ചെയ്യരുത് എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ പ്രേരണയിൽ നിങ്ങൾ പെടാതിരിക്കുക. ആവശ്യമില്ലാത്ത ഒരാളിനെയും ഈ സമയം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കയറ്റാതിരിക്കുക. ആരുടെയും അഭിപ്രായങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നിങ്ങൾ കൊടുക്കാതിരിക്കുക. അല്ലെങ്കിൽ ആരുടെയും അഭിപ്രായങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ സ്വീകരിക്കരുത് എന്നുള്ളതാണ്. ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങൾ വയ്ക്കുക. ഈ സമയം മറ്റൊരാളുടെ ഇമോഷൻസ് നിങ്ങൾ എടുക്കാതിരിക്കുക. കാരണം അവരുടെ നെഗറ്റീവ് നമ്മൾ വഹിക്കുന്നത് കൊണ്ട് നമുക്ക് കുറേയധികം കാര്യങ്ങൾ ബ്ലോക്കായി പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ എല്ലാ ദിവസവുമല്ല, ഈ ഒരു സമയം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ ലോസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ മൊബൈലോ നിങ്ങളുടെ പൈസയോ നിങ്ങളുടെ പേഴ്സോ ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് ഒരു സാധ്യത മാത്രമാണ്, നഷ്ടപ്പെടും എന്നല്ല. നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ
നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.